ഹായ്, ഞാൻ ഡോക്ടർ സുമി. ഇന്ന് നമുക്ക് കർക്കിടക മാസത്തിലെ പത്തിലകളെ കുറിച്ച് നോക്കാം. കായയും ചേനയും 3 മാസം, ചക്കയും മാങ്ങയും 3 മാസം, താളും തകരയും 3 മാസം, അങ്ങനെയും ഇങ്ങനെയും 3 മാസം എന്നൊരു ചൊല്ല് നമ്മുടെ നാട്ടിൽ പണ്ട് തൊട്ടേ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഈ മഴക്കാലത്ത് നമ്മൾ സാധാരണമായിട്ടും ഉപയോഗിക്കാറെന്താ? അതാണ് പറയുന്നത് താളും തകരയും 3 മാസം അല്ലേ. അത് കൂടുതലായിട്ട് നമ്മുടെ ആഹാരത്തിലെ ഇലക്കറികൾ ഈ മഴക്കാലത്ത് നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് തളിരിലയൊക്കെ വന്നിട്ട് നല്ല നല്ല ഇലകൾ നമുക്ക് അന്ന് കാലത്ത് ഇവിടെ കിട്ടുവാറുണ്ടായിരുന്നു അല്ലേ. പക്ഷെ ഓരോ പ്രദേശം അനുസരിച്ചിട്ടും ഈ പത്തിലകൾ പല പല ഡിഫറൻസും ഉണ്ട്. സാധാരണയായിട്ട് ഒരു വാമൊഴി എന്ന രീതിയിൽ നെയ്യുണ്ണി, താള് തകര തഴുതാഴ്മ, കുമ്പിളമത്ത വെള്ളരി, ആനക്കൊടിത്തൂവ, ചീരച്ചേന എന്നാണ് പൊതുവെ ഒരു വായ്മൊഴിയായിട്ട് പറയാറുള്ളത്. പക്ഷെ ഇത് മാത്രമല്ല, നമ്മൾ ചിലപ്പം കീരാനെല്ലി എടുക്കാറുണ്ട്, പയറില എടുക്കാറുണ്ട്, ചീര എന്ന് പറഞ്ഞാൽ പലതരം ചീര നമുക്ക് ഏതാണ് അവൈലബിൾ ആയത് അത് പൊതുവെ എടുക്കാറുണ്ട്. അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് നമ്മുടേതായ രീതിയിൽ പത്തിലകളെ നമ്മൾ എടുക്കാറുണ്ട്. ഇനിയിപ്പോൾ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മുളകിന്റെ ഇല വരെ നമ്മൾ ചിലപ്പം പത്തിലയ്ക്ക് കൂട്ടിലേക്ക് നമ്മൾ കൂട്ടാറുണ്ട്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഈ എടുക്കുന്ന പത്തിലകളിലുള്ള പ്രത്യേക ഇമ്പോർട്ടൻസ് എന്ന് നോക്കാം. പ്രധാനമായും താള്. മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പറമ്പുകളിലൊക്കെ ധാരാളമായി ഉണ്ടാവുന്നതാണ് താള് ചേമ്പ് അല്ലെ. അപ്പൊ ഈ താള് ഇലയോ അല്ലെങ്കിൽ തണ്ടോ നമ്മൾ എടുക്കാറുണ്ട്. കൂടുതൽ കാൽസ്യം ഫോസ്ഫറസിന്റെ ഒക്കെ ഒരു കലവറ തന്നെയാണ് ഈ താള്. മറ്റൊന്നാണ് തകര. നമ്മുടെ റോഡ് സൈഡിലൊക്കെ ധാരാളമായിട്ട് കാണാറുണ്ട് അല്ലെ. തകര ഇത് വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ് തകര. ഇതുപോലെ തന്നെ കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെ ഒക്കെ വളരെ ഒരു കലവറ തന്നെയാണ് ഈ തകരയും. നമുക്ക് രക്തസംബന്ധമായ അസുഖങ്ങൾക്കും മൂത്രസംബന്ധമായ അസുഖങ്ങൾക്കും മലബന്ധമായ അസുഖങ്ങൾക്കും ഒക്കെ തകര വളരെ നല്ലതാണ്. ഇനി തഴുതാമ, അത് നമുക്കറിയാം. നമ്മുടെ പറമ്പുകളിലൊക്കെ ധാരാളമായിട്ട് കാണാൻ നിലം പറ്റി വരുന്നതാണ് തഴുതാമ. ഈ സമയത്ത് ധാരാളമായിട്ട് ഇലയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. അത് മൂത്രസംബന്ധമായ അസുഖങ്ങൾക്കും നമ്മുടെ ശരീരത്തിൽ കൂടുതൽ നീര് ഒക്കെ ഉണ്ടാവാറല്ലേ, അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ഈ തഴുതാമയുടെ ഇല നമ്മൾ ഉപ്പേരി വെച്ച് കഴിക്കുന്നത് അല്ലെ. അപ്പൊ അതൊന്നാണ് തഴുതാമ. പിന്നെ നമുക്കറിയാവുന്ന സാധനങ്ങളാണ് കുമ്പളം, മത്തൻ, വെള്ളരി അല്ലെ. ഇത് സാധാരണയായിട്ട് ഈ കാലത്ത് കൂടുതലായിട്ട് പടർന്നു കാണുന്നതാണ്. ഇതെല്ലാം നമുക്ക് ശരീരത്തിൽ വളരെയധികം ഗുണങ്ങളുള്ള പച്ചക്കറിയുടെ ഇലകളാണ് ഇത്. ഇതിന്റെ പച്ചക്കറി ആയാലും ശരി, കായകളായാലും ശരി, ഇലകളായാലും ശരി, വളരെയധികം നമുക്ക് ആരോഗ്യ ഗുണം ഉള്ളതാണ്. ഇനി മറ്റൊന്നാണ് എന്ത്? ആനക്കൊഴുത്തുവ അല്ലേ. അത് നമുക്ക് നമ്മുടെ പറമ്പുകളിലും മഴയത്ത് കാണുന്ന ഒന്നാണ്. പക്ഷെ ഇത് നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം, പെട്ടെന്ന് പോയി പറിക്കരുത്, ചൊറിയിലുണ്ടാവും. അപ്പൊ കൈമേ കവറോ അല്ലെങ്കിൽ കൂട്ടിട്ടിട്ട് മാത്രം ചൊറിയണം, പറിക്കുക. അതിന് ആ പുറകിലെ ആ പൊടി തട്ടിക്കളഞ്ഞ് നിലത്തിലത്തെ വേരക ആ നാര് വന്ന് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കുഴപ്പമില്ല, അത് പിച്ചി നമുക്ക് പത്തിലയിൽ കൂട്ടാവുന്നതാണ്. പിന്നെ അതുകൂടാതെ മറ്റൊന്നാണെന്ത്? ചേനയില. ചേന ഈ മഴക്കാലമായാൽ പ്രത്യേകിച്ച് ചേന എടുക്കുമ്പോൾ ചേനയ്ക്ക് ഒരു കൂമ്പ് വരും. ആദ്യമായി ചേന മുളച്ചു വരും, അന്ന് ഞാൻ യൂസ് ചെയ്യാം. അതിനേക്കാൾ നല്ലതായിരിക്കും ചേനയുടെ രണ്ടാമത് വരുന്ന ചേനയുടെ കൂമ്പല. ആ കൂമ്പല നമുക്ക് ആ ഇലയും ആ തണ്ടും ഒക്കെ നമുക്ക് ഈ പത്തിലയിൽ ഉപയോഗിക്കാം. പിന്നെ മറ്റൊന്നാണ് നെയ്യുണ്ണി. നെയ്യുള്ളിയുടെ ഇല ഇപ്പം അധികം നമുക്ക് കാണുന്നില്ല, ചില സ്ഥലങ്ങളിൽ മാത്രമേ നെയ്യുണ്ണി ഉപയോഗിക്കുന്നുള്ളൂ. നെയ്യുണ്ട ഇല ഒരു 5 ഇതളുള്ള ഇല പോലെയാണ് നെയ്യുണ്ടെ ഇല ഉണ്ടാവുക. അത് വള്ളിയായിട്ടാണ് സാധാരണ കാണാറ് ഉള്ളത്. അപ്പൊ നെയ്യുണ്ട ഇല എടുക്കാറുണ്ട്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പയറിന്റെ ഇല എടുക്കാം. ഈ കാലത്ത് നമുക്ക് ധാരാളമായിട്ട് പയർ കുത്തിടാറുണ്ട് അല്ലെ. അപ്പൊ പയറിന്റെ ഇല എടുക്കാവുന്നതാണ്. പിന്നെ കീഴാർനെല്ലി ഉണ്ടാവാറുണ്ട്. നമുക്ക് അറിയാം, പറമ്പുകളിലൊക്കെ ചെറിയ ഹേർബായിരിക്കും. അതിന്റെ അടിയിൽ ഒരേന്റെ അടിയിലെല്ലാം കുഞ്ഞു കുഞ്ഞു നെല്ലിക്ക പോലെ ഒരു കായോട് പോലെയാണ് അത് ഉണ്ടാവുക. അത് നമ്മൾ കീഴാർനെല്ലി എന്ന് പറയും. ഓക്കെ. അപ്പൊ ഇതെല്ലാം പ്രത്യേകിച്ചും ഒരുപാട് ന്യൂട്രിയൻസിന്റെയും ഒരുപാട് ഔഷധ ഗുണങ്ങളും ഒക്കെ ഉള്ള ചെടികളാണ്. ഇപ്പൊ നമുക്ക് ചെടികളുടെ ഇലകളാണ് നമ്മൾ സാധാരണയായിട്ട് ഈ പത്തിലയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാറ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏതാണ് 10 എണ്ണം, അതിനൊരു 10 ഇലകൾ തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് നമുക്ക് തോരനെല്ലാം ഉണ്ടാക്കി കഴിച്ചത് വളരെ നല്ലതാണ്. അപ്പൊ തോരൻ ഉണ്ടാക്കണമെങ്കിൽ അറിയാം, നമുക്ക് ജസ്റ്റ് കടുക് പൊട്ടിച്ച് ഇലകളെല്ലാം അരിഞ്ഞ് നാളികേരമൊക്കെ ചേർത്ത് നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്കൊരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇത്തരം ഇലകളൊക്കെ നമ്മൾ എടുത്താൽ പറ്റുമെങ്കിൽ അതൊക്കെ നല്ലപോലെ മഞ്ഞളൊക്കെ ഇട്ട് മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഒക്കെ നമ്മൾ അടിക്കാറുണ്ട് അല്ലെ. അപ്പൊ അങ്ങനത്തെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറാൻ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ്. അപ്പൊ ഈ കർക്കിടകം എല്ലാവർക്കും ആരോഗ്യപൂർണ്ണമാകട്ടെ.
പ്രത്യേകിച്ച് അസുഖങ്ങളൊക്കെ മാറി നിൽക്കത്തക്ക രീതിയിൽ ദഹനത്തിന് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മൾ ആഹാരം എല്ലാവരും കഴിക്കാൻ ശ്രദ്ധിക്കണം.